പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ ഇന്ന്. നമുക്ക് അരി ഉഴുന്നൊന്നും അരച്ചതില്ല, ഒന്നും പ്രിപ്പയർഡ് ആയിട്ടില്ലെങ്കിൽ രാവിലെ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി നോക്കാവുന്നതാണ്. ഒരു ഗ്ലാസ് അരിപ്പൊടി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അധികം എണ്ണയൊന്നും കുടിക്കാത്ത പൂരി തയ്യാറാക്കാം. നമുക്കെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ പൂരിക്ക് നമുക്ക് ഒരു കറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു സവാള, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള, പച്ചമുളക് എല്ലാം ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് തക്കാളി നല്ലതായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരേക്കും നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് പച്ചവാസന മാറുന്ന വരെ നമുക്ക് ഇളക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു കടലക്കറിയാണ് നമുക്ക് പൂരിക്ക് ഞാൻ ഉണ്ടാക്കുന്നത്. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് പെരിഞ്ജീരകം, നന്നായിട്ട് ഇളക്കി വാങ്ങി വെച്ചിട്ടുണ്ട്. അതിനെ തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി നമ്മൾ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് കടലയാണ്. കറുത്ത കടല, വെളുത്ത കടല ഏതാണെങ്കിലും നമുക്കിതിനെ ഉപയോഗിക്കാം. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി അതിനുള്ള വറുത്ത് വെച്ചിരുന്നെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് അരച്ചെടുക്കാം. നല്ല മയത്തിൽ അരച്ചെടുത്തു. അത് നമ്മുടെ ആ കടലയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കും ഈ കറിയാണെങ്കിൽ. ഒരു 1.5 ഗ്ലാസ് വെള്ളത്തോളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മതി. നേരത്തെ ചേർത്ത് 1/2 സ്പൂണാണെന്ന് പറഞ്ഞാൽ 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ എൻ്റെ ഇതിനകത്ത് ഒരു 8 വിസിൽ വരുമ്പോഴത്തേക്ക് സാധാരണ കടല വേവാറുണ്ട്. വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി പൂരിക്ക് കുഴയ്ക്കാൻ തുടങ്ങാം. സാധാരണ അരിപ്പൊടിയാണ്, പച്ച അരിപ്പൊടി 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടുവെള്ളമാണ് അതിലേക്ക് ചേർക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് ഞാനൊരു 1 ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളയ്ക്കേണ്ട, ചൂടുവെള്ളം മതിയാവും. ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തണുത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. നമ്മുടെ കടലക്കൂട്ടാൻ ഇതുപോലെ നല്ല ഇതായിട്ട് വെന്തിരിപ്പുണ്ട്. കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു ഗ്രേവി പോലെയാണ് എടുത്തിരിക്കുന്നത്. പൂരിക്കായതുകൊണ്ട് സാധാരണ കുറച്ച് തിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അതല്ല, കുറച്ചുകൂടെ വെള്ളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അപ്പത്തിനൊക്കെ ആണെങ്കിൽ തിളച്ച വെള്ളം കുറച്ചുകൂടെ പാകത്തിനൊഴിച്ച് ഇളക്കിയാൽ മതി. അതിന് നല്ലൊരു കടുക് കൂടെ വറുത്ത് ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, മുളക്, കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഒരു 2 കഷ്ണം ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഒരു തണ്ട് കരിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടല കറി തയ്യാറായിട്ടുണ്ട്. നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന അരിമാവ് ഇതുപോലെ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം.
ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോ വാഴയിലയിലോ അല്പം എണ്ണ തേച്ച് കൊടുത്ത് നമുക്ക് ഈ ഓരോ ഉരുളയും അതിൽ വെച്ച് പരത്തിയെടുക്കാം. വെള്ളം കുറവാണെങ്കിൽ അത് പൊടിഞ്ഞു പോകാനിടയുണ്ട്. അതുകൊണ്ട് കറക്റ്റ് വെള്ളം ഒഴിച്ച് നമ്മളിത് കുഴച്ച് വയ്ക്കണം. ഒരു ചെറിയൊരു പ്ലേറ്റ് എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ചപ്പാത്തി പോലെ അത്ര തിന്നാവേണ്ട ആവശ്യമില്ല. പൂരിക്ക് എപ്പോഴും കുറച്ച് തിക്നെസ് ഉണ്ടെങ്കിൽ അത് പൊങ്ങി വരികയുള്ളൂ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന ഓരോ പൂരിയുടെ മാവും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ല, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നല്ല ബോൾ പോലെ അകമെല്ലാം നല്ല സോഫ്റ്റായിട്ടുള്ള അരിപ്പൂരി നമുക്കിതുപോലെ തയ്യാറാക്കാം. രണ്ട് സൈഡും മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കാതെ. ഡെയിലി നമുക്ക് ഗോതമ്പ് അല്ലെ മൈദ ഇതൊക്കെ തന്നെ പൂരി ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമല്ല വരുമ്പോൾ നമുക്കിതുപോലെ കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കാം. കറി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. രാവിലെ അരച്ചരി ഉഴുന്നോ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർഡ് ആയിട്ടില്ലെങ്കിൽ രാവിലെ ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ കമൻറ്റ് ബോക്സിൽ അയക്കാനും മറക്കരുത്.